Hello students, today we are continuing with the examples of divergence of limits. Yesterday we have seen limit 1 by x at x equal to 0 does not exist, and then limit x tends to 0, signum of x does not exist. Another famous example is about a trigonometric function limit x tends to 0 sine 1 by x does not exist. In this example we consider f of x equal to sine 1 by x. We have f of x equal to sine 1 by x. Here f of x equal to sine 1 by x. ഈ ഫംഗ്ഷനെയാണ് നമ്മൾ ലിമിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. And we assume that x greater than 0. x less than 0 ആവാം, x greater than 0 യിലാണ് നമ്മൾ സെലക്ഷൻ നടത്താൻ പോവുക. Now, in earlier cases, we have sequences converging to the point at which limit is calculated. That is, 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റിലേക്കും വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മറ്റ് രണ്ട് എക്സാമ്പിൾസിലും ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന രണ്ട് ഡിഫറെന്റ് സീക്വൻസസ് എടുക്കുന്നു. അപ്പോൾ എഫ് ഓഫ് എക്സനുകൾ കൺവേർജ് ചെയ്യുന്നുണ്ട്. ഒരു സീക്വൻസ് എടുക്കുമ്പോൾ എഫ് വാല്യൂസ് കൺവേർജ് ചെയ്യുന്നത് 0യിലേക്കും, മറ്റൊരു സീക്വൻസ് എടുക്കുമ്പോൾ എഫ് വാല്യൂസ് കൺവേർജ് ചെയ്യുന്നത് 1ലേക്കും ആകുന്ന തരത്തിൽ നമ്മൾ എക്സ് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് എക്സ് ഈക്വൽ ടു സൈൻ 1 ബൈ എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 1 ബൈ പൈ എന്ന് കൊടുക്കാൻ പോവുകയാണെങ്കിൽ സൈൻ 1 ബൈ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ 1 ബൈ എക്സ് ഈക്വൽ ടു സൈൻ പൈ. ആൻഡ് യു നോ ദാറ്റ് സൈൻ n ബൈ 0 ആണ്, സൈൻ പൈ 0. എക്സ് ഈക്വൽ ടു 1 ബൈ 2 പൈ എന്ന് കൊടുക്കുവാണെങ്കിൽ സൈൻ 1 ബൈ എക്സിന്റെ വാല്യൂ സൈൻ 2 പൈ എന്നാവും. സൈൻ 2 പൈ ഈസ് ഓൾസോ 0. എക്സ് ഈക്വൽ ടു 1 ബൈ n പൈ, പൈയുടെ മൾട്ടിപ്പിൾ ഏതെടുത്താലും സൈൻ n പൈ എന്നുള്ള ഫോമിലേക്ക് ഇത് വരും. ആൻഡ് സൈൻ n ബൈ ഈക്വൽ ടു 0. അപ്പോൾ നമ്മളൊരു സീക്വൻസ് ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഏതാ? 1 ബൈ n പൈ എന്ന് പറയുന്ന ഒരു സീക്വൻസ് 0യിലേക്ക് കൺവേർജ് ചെയ്യും. ദെൻ എഫ് ഓഫ് ഇത് xn ആണെങ്കിൽ, ഇത് xn ആണെങ്കിൽ അതിന്റെ എഫ് ഓഫ് xn എങ്ങോട്ട് പോകും? എഫ് ഓഫ് xn converges to 0. And we know that the value of sine at pi by 2 equal to 1. നമ്മൾ pi by 2 അല്ല എടുക്കാൻ പോകുന്നത്, pi by 2 ഇവിടെ സൈൻ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. അത് ഒരു റൗണ്ട് കറങ്ങി 2 പൈ പ്ലസ് പൈ ബൈ 2. x equal to, in first case we will take 1 divided by x equal to 1 divided by 2 പൈ പ്ലസ് പൈ ബൈ 2. അപ്പോൾ നമുക്ക് എന്തായിട്ട് സൈൻ 2 പൈ പ്ലസ് പൈ ബൈ 2. 2 പൈ പ്ലസ് പൈ ബൈ 2 ആകുമ്പോൾ സൈൻ പൈ ബൈ 2 ആണെന്ന് നിങ്ങൾക്കറിയാം. ഈക്വൽ ടു സൈൻ പൈ ബൈ 2 1. അടുത്തെടുക്കുന്ന x ഈക്വൽ ടു 1 ബൈ 4 പൈ. 2 പൈയുടെ മൾട്ടിപ്പിൾസ് ആണ്, പ്ലസ് പൈ ബൈ 2. 2 പൈയുടെ മൾട്ടിപ്പിൾസ് പ്ലസ് പൈ ബൈ 2. ദിസ് ഇസ് സൈൻ 4 പൈ പ്ലസ് പൈ ബൈ 2. 2 പൈ എന്ന് പറഞ്ഞാൽ ഒരു 360 ഡിഗ്രി കറങ്ങി, 4 പൈ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ കറങ്ങി, ഇങ്ങനെ 2 വട്ടം കറങ്ങി, പിന്നെ പ്ലസ് പൈ ബൈ 2 കൊടുത്തു, വീണ്ടും ഇവിടെ തന്നെ ഒന്നിക്കും. വാല്യൂ ഈക്വൽ ടു 1 എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ മോഡലിൽ എക്സ് ഈക്വൽ ടു ഇത് x1, ഇത് x2, പഴയ കേസിലും അതെ 1 ബൈ പൈ ഈസ് x1, ദിസ് ഈസ് x2, ഈ കാണുന്നത് നമ്മുടെ xn ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ xn എങ്ങനെയായിരിക്കും? xn ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 പൈയുടെ സെക്കൻഡ് മൾട്ടിപ്പിൾ 4 പൈ, 2n പൈ പ്ലസ് പൈ ബൈ 2 എന്ന ജനറൽ ടേം xnനെ നമ്മൾ എഴുതും. പൈ ബൈ 2. പൈ ബൈ 2 ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ദ ഡിനോമിനേറ്റർ കണ്ടെയ്ൻസ് n. അതുകൊണ്ട് ഡിനോമിനേറ്റർ ഒത്തിരി വലുതാണ്, ascendance to infinity. And this xn, sequence xn tends to 0. And sin തരുന്ന വാല്യൂ ഫംഗ്ഷന് സൈൻ 2n ബൈ പ്ലസ് പൈ ബൈ 2 എന്ന് പറയുന്ന ഫോമിലാണ്, അത് 1 ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് xn ഈ കേസിൽ സീക്വൻസ് xn ടെൻസ് ടു 0. വേണമെങ്കിൽ വേറൊരു പേര് വിളിക്കാം, അതേ വാല്യൂസ് അല്ലല്ലോ നിങ്ങൾ കാണും. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിനെ y1 y2 എന്ന് വിളിക്കുന്നത് നല്ലതായിരിക്കും, എക്സെട്ര yn. ഫസ്റ്റ് സീക്വൻസ് xn converges to 0 and f of xn
കൺവേർജസ് ടു നമുക്ക് കിട്ടിയെന്നതാ സൈൻ ബൈ സൈൻ 2π ഒക്കെ 0 converges to 0. Second sequence yn converges to 0. 1/2n plus pi by 2 വെച്ചുള്ള sequence yn. അതിൻ്റെ f of yn എടുത്തപ്പം എന്താ സംഭവിച്ചത്? എല്ലായിടത്തും converges to 1 എന്ന് എഴുതാൻ പറ്റി. അപ്പോൾ 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസസ് ഒരേ ലിമിറ്റിലേക്കല്ല പോയത്. അപ്പോൾ അത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ വാല്യൂവിലേക്ക് പോകണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം നേരത്തെ xn converges to the point at which limit is calculated and f of xn does not exist. അങ്ങനെ ഒരു കേസാണ് കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിലും നമ്മൾ f of xn does not converge. അങ്ങനെ ഒരു കേസാണ് നമ്മൾ മറ്റ് രണ്ട് പ്രോബ്ലത്തിലും പറഞ്ഞത്. ഇവിടെ നമ്മൾ 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന രണ്ട് ഡിഫറൻറ്റ് സീക്വൻസസ് എടുത്തു. ലിമിറ്റ് ഉണ്ടെങ്കിൽ രണ്ടും ഒന്നായിരിക്കണം. ഇവിടെ രണ്ടും രണ്ടായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തിയറി ഇങ്ങനെയാണ്. Let f of x equal to sin 1/x, x greater than 0. Choose xn equal to, ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ച കാര്യം റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. Choose xn equal to 1/nπ. നോട്ട്ബുക്കിൽ 2nπ കൊടുത്തിട്ടുണ്ട്. 2nπ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2π 4π അതും അങ്ങോട്ട് പോയിക്കോളും. 1/nπ എടുക്കാം. 1/nπ n equal to 1 2 etc. up to infinity. Then xn tends to 0. Clearly xn tends to 0, but f of xn equal to n by കൊടുത്താൽ sin n by f of xn equal to sin n by equal to 0 implies xn tends to 0, f of xn tends to infinity. എപ്പോഴും അത് 0യിലേക്ക് തന്നെയാണ് sin n by പോകുന്നത്. f of xn tends to 0. ഇനി നമ്മൾ വേറൊരു തരത്തിലുള്ള സെലക്ഷൻ നടത്തി. ചൂസ് yn equal to 1/, അവിടെ 2n by അത്യാവശ്യമാണ്. പൈ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ വാല്യൂ 1 കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇവിടെ 2n by പ്ലസ് പൈ ബൈ 2 നമ്മൾ പൈ ബൈ 2-ലെത്താനാണ് ശ്രമിക്കുക. yn equal to 1/2n by പ്ലസ് പൈ ബൈ 2. yn tends to 0. yn tends to 0. f of yn എന്ന് പറയുന്നത് നമുക്ക് എഴുതി കാണിച്ചേക്കാം. സൈൻ 1/yn കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈൻ 2n by പ്ലസ് പൈ ബൈ 2 എന്ന് കിട്ടും. 2n by പ്ലസ് പൈ ബൈ 2 സൈൻ പൈ ബൈ 2ൻ്റെ വാല്യൂ ആകും. ദിസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് f of yn. എല്ലാ f of yn 0 അല്ല, സോറി 0 അല്ല, f of yn 1 ആണ്. സൈൻ പൈ ബൈ 2ൻ്റെ വാല്യൂ f of yn ഈക്വൽ ടു 1. ഇവിടെ 1 ആണ്. അപ്പം എല്ലാ f of yn 1 ആയതുകൊണ്ട് f of yn ടെൻസ് ടു കോൺസ്റ്റന്റ് ആണ്. ഈ yn f of yn ടെൻസ് ടു 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. That means sin 1/x limit x tends to 0. f of xn ലിമിറ്റ് ഇല്ല. xn tends to 0 ആണ് രണ്ടിടത്തും. xn yn tends to 0 ആണ്. f of xn ഒരിടത്ത് 0യിലേക്കും വേറൊരിടത്ത് 1ലേക്കും പോയി. അതിൻ്റെ അർത്ഥം ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അത് അത്ര എഴുതിയാൽ മതി. That means limit x tends to 0. 0യിലേക്ക് ടെൻഡ് ചെയ്യുന്ന സീക്വൻസസ് എടുത്തപ്പോൾ ലിമിറ്റ് വേറെയാണ്. f of x equal to limit x tends to 0 of sin 1/x. f of x equal to sin 1/x does not exist. നോട്ടിൽ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും മതി. നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ റൈറ്റ് സൈഡിലെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് റഫായിട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെക്കാം എന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഞാൻ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമില്ലാത്ത ഈ ഭാഗം ഞാൻ എറൈസ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഈ ഗ്രാഫിൻ്റെ സൈൻ 1/xൻ്റെ ഒരു ഗ്രാഫ് കണ്ടാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് റൈറ്റ് സൈഡിൽ എഴുതിയ വാല്യൂസ് ഉള്ളത് നല്ലതായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ നടക്കത്തില്ല. അപ്പോൾ നമുക്ക് എക്സ് വാല്യൂസ് എടുക്കാൻ ഈ ലൈൻ എടുക്കാം. ദെൻ ഹിയർ വി ഹാവ് 0. ഇത് 0 ആണെന്ന് വിചാരിക്കും. അപ്പോൾ 1/π എന്ന് പറയുന്നത് പൈ 3.14. 1/3.14 എന്ന് പറയുന്നത് 0.3 ചേർത്തൊരു വാല്യൂ ആണ്. 308 എന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ 0.3 വലുതായിട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ 0.3 എന്ന് വിചാരിക്കുക. അതായത് 1/π ഈക്വൽ ടു 0.3 എന്ന് മനസ്സിലങ്ങ് വിചാരിച്ചത്. ഇവിടെ എന്നാ ഫംഗ്ഷൻ്റെ വാല്യൂ 0. അപ്പോൾ ഇത് ഗ്രാഫിലൊരു പോയിന്റാണ്. പിന്നെ എവിടെയാണ് വന്നേക്കുന്നത്? 1/n equal to 2 കൊടുത്താൽ 1/2π നമ്മൾ xn സെലക്ട് ചെയ്ത് 1/2πയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ
1/2π എന്ന് പറയുന്നത് 1/πയുടെ ഹാഫാണ്. അപ്പോൾ 0.3യുടെ ഹാഫ് 0.15 ഇവിടെ വരും. ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1/π കഴിഞ്ഞ് 1/2πയിലേ ഉള്ളൂ. അത് sin nπയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. പിന്നെ എന്നതാ 1/3π വരും. അപ്പോൾ 1/πയുടെ 1/3 ഇവിടെയും ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. ഫംഗ്ഷന്റെ വാല്യൂ 0 ആകുന്ന അടുത്തതിന് 1/4π വരും. അപ്പോൾ ഇത് 1/2 അതിന്റെ പകുതി 1/4π ഇതിങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിങ്ങനെ കാണാൻ വയ്യാത്ത വിധത്തിൽ ആയിക്കോളും. ഇനി ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ 0, മറ്റുള്ളിടത്ത് അതിലും കൂടുതലായിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഏകദേശം വരുന്നത്. സൈനിന്റെ വാല്യൂ ആണ് ഏറ്റവും മാക്സിമം +1ഉം മിനിമം -1ഉം വരും എന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. അപ്പോൾ ഇങ്ങനെ പൊങ്ങും, അത് +1 ആയിരിക്കും. ഇതിങ്ങനെ താഴും, പിന്നെയും പൊങ്ങും, പൊങ്ങിയ 1 വരെ ഉള്ളൂ, പിന്നെ അത് ഇവിടെ താന്നു. സോറി, അത് 0 ആണ്. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് ഇത്ര എളുപ്പത്തിൽ വരച്ചു തീർക്കാൻ പറ്റില്ല. ഇവിടെ 0 വന്നു, പിന്നെ ഇവിടെ 1 വന്നു, പിന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പോയിന്റ്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കിയില്ലേ. അപ്പോൾ ഇതിങ്ങനെ കാണാൻ വയ്യാത്ത വിധം തിക്കായിരിക്കും. ഇവിടെ ഒരു കറുത്ത ഇത് പൊങ്ങവും താഴും ഒക്കെ ചെയ്യുന്നുണ്ട്, ഇതുപോലെ പൊങ്ങവും താഴും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഇവിടെ വളരെ തിക്കായിട്ട് കാണും. അപ്പോൾ അങ്ങനെ ഒരു ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ഉണ്ട്. x<0 ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കൂടി കൂടി കിടക്കും. ഇവിടെ എല്ലാം കൂടി കൂടി നമുക്ക് തിരിച്ചറിയാൻ വയ്യാത്തതും കൂടി കൂടി 1ലേക്ക് പൊങ്ങുന്നു, താഴെ വരുന്നു, പിന്നെ അകന്നകന്ന് പോവുകയാണ്, മറ്റടുത്ത് കണ്ടുപോലെ തന്നെ. അപ്പം അതവിടെ ഒരു -1/πയും -1/4π -1/3π -1/2π -1/π ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ആയിരിക്കും, സിമെട്രിക് ആയിരിക്കും. അപ്പോൾ നടുക്ക് ഭാഗത്ത് നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻസ് പോലെയാണ് ഈ ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യുക, 1 width ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം എടുത്ത സീക്വൻസ്. എക്സിന് എടുത്തതായിരുന്നു 1/π 1/2π 1/3π എക്സെട്ര. അപ്പോൾ അവിടെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണല്ലോ. നമ്മൾ രണ്ടാമത് എടുത്ത സീക്വൻസ് എന്നായിരുന്നു 1/2nπ + π/2. അവിടെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആയിരുന്നു. ഇത് ഇതുപോലത്തെ പോയിന്റ്സ് അല്ല, ഫംഗ്ഷണൽ വാല്യൂസ് ഇതുപോലത്തെ പോയിന്റ്. അത് ടെൻസ് ടു ഫംഗ്ഷന്റെ വാല്യൂ 1 ഇവിടെ 1 ആണ്. അപ്പോൾ ഇനി വേറെയും ലിമിറ്റ്സ് നമുക്ക് കാണിച്ചെടുക്കാം. വേറൊരു തരത്തിൽ സെലക്ഷൻ നടത്തിയാൽ ഇവിടെ -1 ആണ് ഫംഗ്ഷന്റെ വാല്യൂ. ഇത് ഇച്ചിരി ഇറങ്ങിപ്പോയി, ഒരേ ഹൈറ്റ് ആണ്, പൊക്കത്തിലും താഴെയൊക്കെ ഏറ്റവും മാക്സിമം മിനിമം ഒക്കെ വരിക. അപ്പോൾ ഈ ഫിഗർ ടെക്സ്റ്റിലുണ്ട്, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അയക്കാം. അപ്പോൾ sin f(x), ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് f(x) = sin 1/x. f(x) = sin 1/x-ന്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. സൈൻ വാല്യൂസ് വേവ് ഫംഗ്ഷൻ ആണ്, ഇതും വേവ് ഫംഗ്ഷൻ ആണ്. അതിന്റെ വിഡ്ത്ത്, വേവ് തമ്മിലുള്ള അകലം 0യ്ക്ക് അടുത്ത് വരുമ്പോൾ കുറഞ്ഞു വരുവാണ്. ഇവിടെ സ്ട്രെയിറ്റ് പോലെ തോന്നുന്ന പോലെ അത് അകലം കുറഞ്ഞ് അത് തിങ്ങിക്കൂടി ഇരിക്കുകയാണ്. അപ്പോൾ 0 മാത്രമല്ല, ഇവിടെ എല്ലാം തിങ്ങിക്കൂടി ഇരിക്കും. അപ്പോൾ -1 തുടങ്ങി 1 വരെയുള്ള എല്ലാ പോയിന്റ്സും ഈ ഫംഗ്ഷന്റെ fx ടെൻഡ് ചെയ്യുന്ന പോയിന്റ്സ് ആയിട്ട് വരും. പക്ഷെ അങ്ങനെ പല ലിമിറ്റ് ഇല്ലല്ലോ, ഫംഗ്ഷൻ ലിമിറ്റ് ഉണ്ടെങ്കിൽ ഒരേ വാല്യൂ തന്നെ ലിമിറ്റ് ആയിട്ട് വരുന്നല്ലോ. അപ്പോൾ ഇത്രയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നില്ല, ഗ്രാഫ് ഒന്നും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നില്ല. ഇപ്പോൾ ബോർഡിൽ കാണുന്ന ഈ ഗ്രാഫ് പോലും ആവശ്യമുണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ ബോർഡിൽ കാണുന്ന ഭാഗം മതി നിങ്ങൾക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 sin 1/x ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. പക്ഷെ അവിടേക്ക് വന്നു എങ്ങനെയാണ് എന്ന് കാണിക്കാനാണ് ഞാൻ ഓരോ പോയിന്റ്സ് ഒക്കെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് പഠിക്കുക. ഇങ്ങനെയാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസിൽ നമ്മൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഉപയോഗിക്കുക. 3 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇതുപോലെ മറ്റുള്ളതും ആവശ്യം വന്നാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത സെക്ഷൻ ലിമിറ്റ് തിയറംസിലേക്ക് ഉടനെ തന്നെ പോകാം.